സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 8 തിരുവചനം. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 8 വാക്യത്തിൽ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസിൻ്റെ ആഗ്രഹമാണ്, യേശുവിനോടുള്ള അപേക്ഷയാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഫിലിപ്പോസ് ഇവിടെ ആഗ്രഹിക്കുന്നത് ദൈവത്തെ കാണാൻ ഉള്ള മാർഗമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹം പണ്ട് ദൈവത്തെ കാണുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ഒരു മനുഷ്യന് കാണുവാൻ സാധിക്കുമോ? ഇത് ഗൗരവപൂർവമായ ഒരു ചോദ്യമാണ്. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, കാറ്റും കടലും, ഇങ്ങനെ മുഴുപ്രപഞ്ചം സൃഷ്ടിച്ച വലിയവനായ ദൈവം, ആ ദൈവത്തെ സൃഷ്ടിയിൽ ഒരു വളരെ ചെറിയ ജീവിയായ, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടം കൂടിയാണ്. കാരണം ദൈവം മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യനെ വ്യത്യസ്തമായി തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള മനുഷ്യൻ വലിയവനായ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? ഇതാ ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:9, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാവും. അത് ദൈവപുത്രനായ കർത്താവായ യേശുവിനെ അറിയുക, സ്വീകരിക്കുക, കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഇവിടെ ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി യേശു പ്രഖ്യാപിച്ച, വെളിപ്പെടുത്തിയ സത്യമാണിത്. ഇന്ന് ഈ അന്ത്യകാലത്ത് ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് യേശു ഫിലിപ്പോസിന് നൽകിയത്. ഇന്ന് ആരെല്ലാം ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു, ആരെല്ലാം ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു, ആരെല്ലാം ദൈവത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവർ ചെയ്യേണ്ടത് യേശുവിനെ അറിയുക എന്നുള്ളതാണ്, യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്, യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അനുഭവിപ്പാൻ, ദൈവത്തോടൊപ്പം നടപ്പാൻ ആ മനുഷ്യന് കഴിയും. സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവം, സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവം തന്നെ ഇതാ
മനുഷ്യന് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ഉള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശാന്തിയൻ നിറച്ചു സ്നേഹവാൻ എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയാൽ തൻ കൂടെ വാഴുവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയാൽ തൻ കൂടെ വാഴുവാൻ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്